നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് ഗംഗാപ്രസാദ് വലിയ ആള് കളിച്ച അങ്ങനെ കാർത്തികയെ ലക്ഷ്മിയമ്മയെ കൊല്ലാനായിട്ട് കഥയൊക്കെ തുറന്ന് അകത്തേക്ക് അങ്ങോട്ട് കയറുവാണ്. അങ്ങനെ അകത്തേക്ക് കയറി അവിടെയൊക്കെ നോക്കുവാണ്. ഈ സമയത്ത് ഹാളില് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ എങ്ങും കണ്ടില്ല. അപ്പം മോളത്തെ മുറിയിലായിരിക്കും കിടക്കണേ എന്ന് ഗംഗാപ്രസാദിന് അറിയാം. ഇതേ സമയത്ത് ലക്ഷ്മിയമ്മ കാർത്തികയും കൂടെ പോയി കിടന്നിട്ടുണ്ടായിരുന്നു. ഇത്ര കഴിഞ്ഞപ്പോൾ ലക്ഷ്മിയമ്മയ്ക്ക് എന്തോ താഴ്ന്നൊരു ശബ്ദം കേൾക്കുന്ന പോലെ തോന്നുവാണ്. പെട്ടെന്ന് ലക്ഷ്മിയമ്മ എഴുന്നേറ്റു. കാർത്തിക നോക്കിക്കഴിഞ്ഞപ്പോൾ കാർത്തിക കിടന്ന് ഉറങ്ങുന്ന കണ്ടു. ലക്ഷ്മിയമ്മ നേരെ ഹാളിലേക്ക് വരുവാണ്. ആ സമയത്താണ് ലക്ഷ്മിയമ്മ ആ കാഴ്ച കാണുന്നത്. കഥമൊക്കെ തുറന്നു കിടക്കുന്നു. നോക്കിക്കഴിഞ്ഞപ്പോൾ അകത്ത് ക്രിസ്മസ് പാപ്പയുടെ രൂപത്തിൽ ഒരുത്തൻ നിൽക്കുവാണ്, വേഷത്തിൽ നിൽക്കുവാണ്. അത് കണ്ടുകഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ലക്ഷ്മിയമ്മ അമ്പരന്ന് പോയി. എന്ത് ചെയ്യണമെന്നറിയില്ല. അവൻ ഇങ്ങനെ കത്തിയിട്ട് കയ്യിലിട്ട് കറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗംഗാപ്രസാദ് നിൽക്കുന്നെന്നുള്ള കാര്യം ലക്ഷ്മിയമ്മയ്ക്ക് മനസ്സിലായില്ല. പക്ഷെ വന്നിരിക്കുന്നവൻ വെറുതെ വന്നിരിക്കുന്നല്ല, തന്നെ അപകടപ്പെടുത്താൻ വന്നിരിക്കുന്ന. അത് ഓർത്തു കഴിഞ്ഞപ്പോ എന്ത് ചെയ്യണമെന്നറിയില്ല. അവൻ കത്തിയും കറക്കിക്കൊണ്ട് പെട്ടെന്ന് ലക്ഷ്മിയമ്മയുടെ അടുത്തേക്ക് വരുവാണ് കുത്താനായിട്ട്. അപ്പോഴേക്കാണ് ഒരു വെടിശബ്ദം കേൾക്കണേ. നോക്കിക്കഴിഞ്ഞ് ലക്ഷ്മിയമ്മ ഞെട്ടിപ്പോയി. അത് മറ്റാരും ആയിരുന്നില്ല, കാർത്തികയായിരുന്നു. കാർത്തിക ഷൂട്ട് ചെയ്തതാണ്. പക്ഷെ കാർത്തിക് അങ്ങനെ ഷൂട്ട് ചെയ്യാനൊന്നും അറിയത്തില്ല, അത്ര ഉന്നവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നല്ലോ. അപ്പോഴേക്കും ഗംഗാപ്രസാദ് എന്ത് ചെയ്തു, അവിടെ കിടന്ന് സെറ്റിയുടെ പില്ലോ എടുത്ത് ഇങ്ങനെ തടുക്കുവാണ്. അതിനുശേഷം അവൻ തിരിഞ്ഞോടുക. കാർത്തിയെ വെറുതെ വിടുക. കാർത്തിയെ പിന്നാലെ ചെന്ന് ഷൂട്ട് ചെയ്യുവാണ്. പക്ഷെ അവന് പെട്ടെന്ന് ഓടുവാണ്. ലക്ഷ്മിയമ്മയ്ക്ക് എന്താ സംഭവിക്കുന്നത് പോലും മനസ്സിലായില്ല. ലക്ഷ്മിയമ്മ കാർത്തികയുടെ പിന്നാലെ ഓടി. കാർത്തിക ഗംഗാപ്രസാദിന്റെ പിന്നാലെ ഓടുക. അവൻ പെട്ടെന്ന് തന്നെ മുറ്റത്തേക്ക് ചാടി. ഈ സമയത്ത് കാർത്തികൻ പുറത്തേക്ക് ചാടി. അങ്ങനെ അവൻ ഗേറ്റ് ചാടിക്കിടന്ന് ഓടുന്ന സമയത്ത് കാർത്തിക ഷൂട്ട് ചെയ്തു. പക്ഷെ അത് ദേഹത്ത് കൊണ്ടില്ല. എന്നാലും ഗേറ്റ് തുറന്ന് വീണ്ടും കാർത്തിക അവന്റെ പിന്നാലെ പോകാൻ തുടങ്ങുന്ന സമയത്ത് ലക്ഷ്മിയമ്മ കയറി അവളെ വട്ടം പിടിക്കുക. എന്താ മോളെ, നീ ഇതെന്താ കാണിക്കണേ? അമ്മേ, അവനെ വെറുതെ വിടല്ല, അവൻ നമ്മളെ കൊല്ലാൻ വന്ന, അവനെ തീർക്കണമെന്ന് പറയാം. മോളെ നീ ഇങ്ങോട്ട് വാ. ഒരു പക്ഷേങ്കിൽ ആ ക്രിസ്മസ് കരോളുകാര് വന്നപ്പോ അവരുടെ കൂടെ ഉണ്ടായ ഗുണ്ടയായിരിക്കും ഇത്. ഇവൻ നമ്മളെ തീർക്കാനായിട്ട് വന്നിരിക്കുന്ന. അവരിവിടെ എവിടെയും പതുങ്ങിയിരിക്കുന്നുണ്ടോന്ന് അറിയത്തില്ല. മോളും കൂടെ കയറി വാ, എന്തേലും ആപത്ത് സംഭവിക്കും. എന്താ ആപത്ത് സംഭവിക്കാനാ? അമ്മ ധൈര്യമായിട്ടിരിക്കുക. വേണ്ട മോളെ, ഇങ്ങോട്ട് കയറി വാ മോളെ, ഇവിടെ ആരെങ്കിലും പതുങ്ങിയിരിക്കുന്നുണ്ടോന്ന് അറിയില്ല, നീ ഇങ്ങോട്ട് കയറി വാന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അതിനുശേഷം കിരണിനെ വിളിക്കാനായിട്ട് പറയണം. കാർത്തിക് കിരണിനെ വിളിച്ചു. കിരണും കല്യാണി നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോഴാണ് കല്യാണിന്റെ ഫോണിലേക്ക് കോൾ വരുന്നത്. കാർത്തികേച്ചിയാണല്ലോ. അപ്പോഴേക്കും കിരൺ ഫോൺ വാങ്ങി. ഹലോ കാർത്തി, എന്താന്ന് ചോദിക്കുക. അതെ, കിരൺ പെട്ടെന്ന് ഇവിടെ വരുന്നു വരണമെന്ന് പറയണം. എന്താ? അതൊക്കെ വന്നിട്ട് പറയാന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തു. ആ സമയം കല്യാണി ചോദിച്ചു, എന്താ കിരണേട്ടാ? കാർത്തിയെ വിളിച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു. എന്തെങ്കിലും ആപത്തുണ്ടോ? അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. ഒരു കാര്യം ചെയ്യാം, നീ കടന്നു, ഞാൻ പോയിട്ട് വരാം. കിരണേട്ടൻ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ഭയങ്കര ടെൻഷനാ. ഇവിടെ തന്നെ ഇരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓരോരോ ചിന്തകൾ വരും. അത് മാത്രമല്ല, അവിടെ എന്ത് സംഭവിച്ചെന്ന് കിരണേട്ടൻ എന്നോടൊന്നും പറയത്തുമില്ല. വെറുതെ ഞാൻ ഇതിനെ ടെൻഷൻ അടിക്കുന്നേ. അതുകൊണ്ട് കിരണേട്ടൻ ഒരു കാര്യം ചെയ്യാം, എന്നെയും കൂടെ കൊണ്ടോ, ഞാനും കൂടെ വരാം. ഒടുവിൽ കിരണിനെ സമ്മതിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഹാളി വരുമ്പോഴത്തേനും പ്രകാശൻ എഴുന്നേറ്റ് വന്നിട്ട് ചോദിച്ചു, എന്താ മക്കളെ, എന്ത് പറ്റി? ഇതെങ്ങോട്ടാ ഈ സമയത്ത്? അത് പിന്നെ കാർത്തികേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്ന കല്യാണി പറഞ്ഞു. എന്തു പറ്റി? അവിടം വരെ ചെല്ലാൻ വേണ്ടി പറഞ്ഞു. അല്ല, എന്തെങ്കിലും അപകടം എന്തെങ്കിലും ഉണ്ടോ? അപകടം ഒന്നും ഉണ്ടെന്ന് തോന്നില്ല. എന്തോ പക്ഷെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ഞാനിവിടെ വരാം. കിരൺ പറഞ്ഞു, വേണ്ട അച്ഛാ, അച്ഛൻ വരേണ്ട കാര്യമില്ല. ഈ വയ്യാത്ത കാലം വെച്ചോണ്ട് ഈ സമയത്ത് വരണ്ട. വരാതിരിക്കാൻ പറ്റുമോ? എന്ത് ചെയ്യാനാ? അവരോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞ വരത്തില്ല. ഒരു സമാധാനം മനുഷ്യന് തരത്തില്ല എന്ന് വെച്ചാല്. ആ സമയം കിരൺ പറഞ്ഞു, ഞാൻ ബൈജുവിനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ബൈജുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഹാളിലേക്ക് ഇറങ്ങി വരാൻ പറയണം. ബൈജു വന്നു കഴിഞ്ഞപ്പോ കിരൺ പറഞ്ഞു, ഞങ്ങൾ കാർത്തിയുടെ വീട്ടിൽ വരെ പോവാ. അല്ല, എന്താ കിരണാളിയ പെട്ടെന്ന് പോകാനായിട്ട്? അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എടാ, എന്തോ ആപത്തുണ്ടെന്ന് തോന്നേ. എന്നാ ശരി, ഞാനും കൂടെ വരാം. നീയും കൂടെ വരണ്ട, നീ ഇവിടെ നിൽക്ക്. അച്ഛൻ പറഞ്ഞെന്നും പറഞ്ഞ് നിർബന്ധം പിടിച്ചോണ്ട് മാത്രം അച്ഛനെ കൂടെ കൊണ്ടാന്ന് വെച്ചേ. നീ ഇവിടെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ കാർത്തികയുടെയൊക്കെ വീട്ടിലേക്ക് കിരണും കല്യാണി പ്രകാശനും കൂടെ ഇറങ്ങുവാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവര് ലക്ഷ്മിയമ്മയുടെ വീട്ടിലെത്തി. ഈ സമയം ജനലിൽ കൂടെ കാർത്തിയെ നോക്കിക്കഴിഞ്ഞപ്പോൾ കിരണും കല്യാണിയൊക്കെ കാറിന്ന് ഇറങ്ങുന്നുണ്ട്. അമ്മ അവരാ എന്ന് പറഞ്ഞ് അതിനുശേഷമാണ് കതവ് തുറക്കുന്നത്. അങ്ങനെ അവരങ്ങോട്ട് കയറി വരുക. ഹാളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ കിരൺ ആ കാഴ്ചകളെ കാണുന്നേ. സെറ്റിയിലെ പില്ലോയും കാര്യങ്ങളെല്ലാം തറയിൽ കൂടെ എല്ലാം കിടക്കണു. കാർത്തികയുടെ ഉന്നം തെറ്റി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറെ സാധനങ്ങളൊക്കെ പൊട്ടിച്ചെറി കിടക്കുന്നുണ്ടായിരുന്നു. എന്താ കാർത്തികേച്ചി പറ്റിയെന്ന് ചോദിച്ചു കല്യാണി ഓടിച്ചെന്നു. അപ്പോഴേക്കും ലക്ഷ്മിയമ്മ പറഞ്ഞു, ഇവിടെ ചില അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായെന്ന് പറയണം. അനിഷ്ട സംഭവങ്ങളോ? എന്ത് എന്ന് പ്രകാശൻ ചോദിച്ചു. അത് പിന്നെ ഒരുത്തൻ ഞങ്ങളെ ഇല്ലാതാക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാർത്തിക കൃത്യസമയത്ത് തന്നെ
ഷൂട്ട് ചെയ്തുകൊണ്ട് അവൻ ഓടി രക്ഷപ്പെട്ടെന്ന് പറയണം. അപ്പോഴേക്കും കല്യാണി ചോദിച്ചു, ആരാ വന്നേ? ആരാന്ന് അറിയത്തില്ല. ക്രിസ്മസ് പാപ്പയുടെ മുഖംമൂടി ധരിച്ച ആളാ വന്നേന്ന് പറയണം. ഏ, അങ്ങനെയോ? അതെ, അങ്ങനെയാ വന്നേ. കാരണം ഇതിനൊരു കുറച്ച് സമയം മുമ്പ് കരോളുകാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ ആ കരോളുകാര് ഈ ഗംഗാപ്രസാദിന് ഗുണ്ടകളാണോന്ന് അറിയത്തില്ല. ആമാര് ഇവിടെ വന്ന് കരോള് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയി. അപ്പോഴേ ഞങ്ങൾക്ക് ചെറിയ സംശയങ്ങളൊക്കെ തോന്നിയതാ. അതിനുശേഷമാണ് ഇവൻ വന്നേന്ന് പറയണം. പ്രകാശം പറഞ്ഞു, നിങ്ങളെ പറഞ്ഞാൽ മതി. എത്ര വട്ടം പറഞ്ഞാൽ നിങ്ങളോട് ഇവിടെ തനിച്ച് കിടക്കണ്ടെന്ന്. പറഞ്ഞാൽ തലയിലേക്ക് കയറില്ല. ഓരോന്നൊക്കെ വരുത്തി വെക്കുമ്പോഴത്തേനും. കല്യാണി പറഞ്ഞു, ദേ ഇങ്ങനൊന്നും നിങ്ങൾ ചെയ്യരുത്. കാരണം അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ട് വന്നില്ല. ഇപ്പൊ തന്നെ കണ്ടില്ല ഓരോ അപകടങ്ങളൊക്കെ വരുന്നേ. എനിക്ക് എന്റെ അമ്മേനെ കുറിച്ച് ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നേ. അത് കേട്ടപ്പോ കാർത്തി പറഞ്ഞു, കല്യാണി എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്ക് സംഭവിച്ചിട്ടെന്ന് കരുതി ഞങ്ങൾ അങ്ങോട്ടേക്ക് വരായിരുന്നേ. അങ്ങനെ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കൊല്ലാൻ വരുന്ന കൊലയാളികള് ചിലപ്പം നിങ്ങളെ കൊല്ലെന്ന് വരും. ദീപാന്റിക്ക് പറ്റിയ കാര്യം ഞങ്ങൾക്ക് അറിയാവുന്നല്ലേ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ തന്നെ നിന്നത്. പിന്നെ അവനെ പോലെയുള്ള ശത്രുക്കളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടല്ല ഞങ്ങൾ ആയുധമായിട്ട് കിടന്നുറങ്ങണേ. എപ്പോഴും ഏത് നിമിഷം ആപത്ത് വരുന്നെന്ന് പറയാൻ പറ്റില്ല. ഇനി ഒരു കാരണവശാലും ഞങ്ങൾ കാരണം വേറെ ആൾക്കും ആപത്ത് വരില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരിടത്തേക്കും വരാത്തെ. കിരൺ ചോദിച്ചു, അല്ല ഈ ക്രിസ്മസ് കരോളുകാർ വന്നിട്ട് എത്ര സമയമായി? അവരൊരു 1 മണിക്കൂറായി. അല്ല ഇപ്പൊ ഈ കൊല്ലാൻ വന്നയാളോ? അവൻ്റെ ഒരു അരമണിക്കൂറായി കാണും. നിങ്ങളെ വിളിച്ച് ഇല്ലേ? ആ സമയത്താണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് പറയണം. ആ കരോളുകാരെ കുറിച്ച് എന്തെങ്കിലും വിവരം ഉണ്ടോന്ന് അറിയാലോ. സമയം ലക്ഷ്മി പറഞ്ഞു, അത് വേണോ മോനെ? അതിന്റെ ആവശ്യമുണ്ടോ? പോയി നോക്കണം ആന്റി. ആരാ എന്താന്നൊക്കെ അറിയണം. ഇതെങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. കല്യാണി പറഞ്ഞു, കിരണേട്ടാ പോണോ? എന്തിനാ കല്യാണി ഭയക്കുന്നേ? ഭയന്ന് നമുക്ക് മാളത്തിൽ ഒളിച്ചിരിക്കാൻ പറ്റുമോ? ആ ഗംഗാപ്രസാദിന്റെ കൂട്ടാളികൾ ആരെങ്കിലും ആയിരിക്കും വന്നിരിക്കുന്നത്. ഇനി അവന്മാര് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് ചെന്ന് എതിരിടണമെന്ന് പറയണം. ഞാനിന്ന് പോയി നോക്കിയിട്ട് വരാം. ഒരു പക്ഷേങ്കിൽ അവന്മാർ എവിടെയെങ്കിലും മറിഞ്ഞിരിപ്പുണ്ടോ അല്ലെങ്കിൽ എന്തായതെന്നൊക്കെ അറിയാലോ എന്ന് പറഞ്ഞു. അങ്ങനെ കിരൺ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. ആ സമയം പ്രകാശം പറഞ്ഞു, മോൻ തന്നെ പോണ്ട, ഞാനും കൂടെ വരാന്ന് പറയണം. അങ്ങനെ കിരണും പ്രകാശനും കൂടെ ഇറങ്ങാൻ തുടങ്ങണം. അപ്പോഴേക്കും പ്രകാശം പറഞ്ഞു, അതെ വാതിലടിച്ച് പൂട്ടിക്കോ, ആര് വന്നാലും തുറക്കരുത്, അറിയാലോ ഞങ്ങൾ വന്നാലും തുറക്കരുത്, ഞങ്ങൾ വന്നാലോ തുറക്കാവുള്ളൂ എന്നും പറഞ്ഞിട്ടാണ് അവരങ്ങോട്ടേക്ക് ഇറങ്ങി പോകുന്നത്. പിന്നീട് കല്യാണി ലക്ഷ്മിയമ്മയും കാർത്തിയും കൂടെ സംസാരിക്കുന്ന സമയത്ത് കല്യാണിയോട് ലക്ഷ്മിയമ്മ പറഞ്ഞു, മോളെ എനിക്ക് നല്ല സംശയമുണ്ട്. ഇനിയിപ്പോൾ ആ ഗംഗാപ്രസാദ് എങ്ങനെയും ആണോന്ന്. കാർത്തിയ പറഞ്ഞു, അതിന് ചാൻസ് കൂടുതലുണ്ട്. കല്യാണി ആലോചിച്ചിട്ട് പറഞ്ഞു, അല്ല വെട്ടിയിട്ടാ മുറി കൂടുന്ന എനവാന്നല്ല പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ അത് അവനാവാനും വഴിയുണ്ട്. ആ സമയം കാർത്തിയ പറഞ്ഞു, എന്താണെങ്കിലും അവനെ ഞാൻ തീർത്ത് കളഞ്ഞാനും. പക്ഷെ എനിക്ക് അങ്ങനെ ഷൂട്ട് ചെയ്യാനും ഉന്നമില്ലാത്തോണ്ടാ. അല്ലായിരുന്നു ഈ കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. പിന്നെ അവൻ മുഖംമൂടി മാറ്റാതിരുന്നതിന്റെ കാരണം ഒരു പക്ഷേങ്കിൽ അത് അവനായതുകൊണ്ടാണോ ഗംഗാപ്രസാദ് ആയിരുന്നോണ്ടാണോ? അല്ലെങ്കിൽ അവന് മുഖം മൂടി മാറ്റേണ്ടതല്ലേ? ഇപ്പൊ നമ്മൾ തിരിച്ചറിയുമെന്നും വിചാരിച്ചിട്ടായിരിക്കും അവൻ മുഖം മൂടി മാറ്റായിരുന്നെന്ന് പറയണം. അവരുടെ ഉള്ളിലെല്ലാം സംശയങ്ങൾ അങ്ങനെ മുളപൊട്ടുവാണ്. ഇതേ സമയം കിരണും പ്രകാശനും കൂടെ കരോളുകാരുടെ അടുത്തെത്തി. അവരെ പിടികൂടുകയാണ്. അവരെ പിടികൂടി ചോദ്യം ചെയ്തിട്ട് കിരൺ പറഞ്ഞു, നീയൊക്കെ കൊല്ലാൻ വേണ്ടി ഇറങ്ങിയിരിക്കുമല്ലടാ കരോളുകാരുടെ രൂപത്തിൽ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും എൻ്റെ അടുത്ത് ക്രിസ്മസ് പാപ്പ മുഖംമൂടി അങ്ങോട്ട് മാറ്റി, നിങ്ങൾ എന്തൊക്കെയാ പറയണമെന്ന് ചോദിക്കാം. ദേ അനാവശ്യം കാണിക്കരുത്. കരോളെന്ന രൂപത്തിൽ വീട്ടിൽ കയറുമെന്ന് കൊല്ലാൻ ശ്രമിക്കുമല്ലേ? ഞങ്ങൾ ആരെ കൊല്ലാൻ ശ്രമിച്ചെന്ന്? ഞങ്ങൾ ഈ ഇടവകയിലെ അംഗങ്ങളാ. ഞങ്ങൾ ആരെയും കൊല്ലാനൊന്നും ശ്രമിച്ചിട്ടില്ല. ഞങ്ങള് കരോള് നടത്തി വീട്ടിൽ കൂടെ കയറി ഇറങ്ങുമെന്ന് പറയണം. അത് കേട്ടപ്പോ പ്രകാശനും കിരണും ഒരു സംശയം, അല്ല സത്യത്തിൽ നിങ്ങൾ കരോളുകാർ തന്നെയാണോ? എന്റെ ചേട്ടാ നിങ്ങൾ എന്താ ഇങ്ങനെ പറയണേന്ന് ചോദിക്കുകയാണ്. കിരൺ പറഞ്ഞു, അതെ മുമ്പേ ഒരു വീട്ടില് ഒരു കൊലയാളി കയറിയിട്ടുണ്ടായിരുന്നു. അത് ക്രിസ്മസ് പാപ്പയുടെ വേഷത്തില്. അവൻ ആ വീട്ടിൽ കയറി നിങ്ങൾ വന്നതിന് ശേഷം ആ ഗേറ്റിലൊക്കെ ഭയങ്കരമായിട്ട് ശക്തിയായിട്ട് ഇടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കഥവൊന്നും തുറന്നില്ല. പക്ഷെ കഥവൊക്കെ കുത്തി തുറന്ന് അവനകത്ത് കയറിയിട്ട് അവിടെയുള്ള സ്ത്രീയെയും മകളെയും കൊല്ലാനും നോക്കിയെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ക്രിസ്മസ് പാപ്പ പറഞ്ഞു, അയ്യോ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല ഏട്ടാ. നീക്ക് സംശയം ഉണ്ട്, ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ ഫോട്ടോ എടുത്ത് വെച്ചോ, നാളെ പള്ളിയിലേക്ക് വന്ന് ഞാനുള്ളതെന്ന് ചോദിച്ചു നോക്ക്, ഞങ്ങൾ ഈ ഇടവകയിലെ ആൾക്കാർ തന്നെയാന്ന് പറഞ്ഞു. കിരണിനും പ്രകാശനും തോന്നി ഇവര് സത്യമോ പറയണം എന്നുള്ള കാര്യം. അപ്പോഴാണ് അയാൾ ആ കാര്യം ഓർക്കണേ. പെട്ടെന്ന് ഇങ്ങനെ ഓർത്തിട്ട് പറഞ്ഞു, ഇടയ്ക്ക് വെച്ച് ഞങ്ങളോടൊപ്പം ഒരു ക്രിസ്മസ് പാപ്പ കൂടിയിട്ടുണ്ടായിരുന്നു പറയാണ്. ഇടയ്ക്ക് വെച്ചോ? അതെ 3-4 വീട് അയാൾ കയറി ഇറങ്ങിയുള്ളൂ. പിന്നെ നിങ്ങൾ പറഞ്ഞില്ലേ ഗേറ്റ് പിടിച്ച് കുളിക്കുന്നൊക്കെ, ആ സമയത്ത് അയാളാണ് ചെയ്തത്. ഞങ്ങൾ ഓർക്കും ചെയ്യും അയാൾ എന്തിനാ ഗേറ്റ് പിടിച്ച് കുലുക്കുന്നതെന്ന്. പിന്നെ ക്രിസ്മസ് അല്ലേ, ഞങ്ങൾ കൂടുതലായിട്ടൊന്നും ചോദ്യം ചെയ്യാനൊന്നും പോയില്ല. പിന്നെ ആ വീടിന് ഗേറ്റിന്റെ അവിടെ വെച്ച് അയാളെ കണ്ടില്ല. അയാൾ എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല. ഞങ്ങൾ കൂടുതലായിട്ട് അന്വേഷിക്കാനും പോയില്ല. ഇങ്ങനെ ഓരോ വീട്ടിൽ നിന്ന് ക്രിസ്മസ് പാവയുടെ വേഷത്തിൽ ഞങ്ങളോടൊപ്പം കൂടാറുണ്ട്. അങ്ങനെയാവുന്ന കരുതി ഞങ്ങള്. പക്ഷെ അയാൾ എന്താന്ന് ഏതാന്ന് ഞങ്ങൾക്കറിയില്ല. അപ്പോഴേക്കും
കിരൺ ചോദിച്ചു അയാളുടെ മുഖം കണ്ടായിരുന്നോ? ഈ മുഖം കണ്ടില്ല, മുഖത്ത് ക്രിസ്മസ് പാപ്പയുടെ മാസ്ക് വെച്ചിരിക്കുമല്ലോ ആയിരുന്നു, അതുകൊണ്ട് കണ്ടില്ല എന്ന് പറയണം. ശരി, എന്താണെങ്കിലും കൊലയാളിക്ക് അകത്ത് കയറുകയും ചെയ്യാൻ പറ്റില്ല, അവൻ ഒന്നാം തന്നെ ഒരു ക്രിമിനലാന്ന് തോന്നേ. പക്ഷെ ഇനി എന്താണെങ്കിലും നിങ്ങൾ സൂക്ഷിക്കണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവർ പറഞ്ഞു ഇനിയിപ്പോൾ അയാളെ കാണുവാണെങ്കിൽ ഞങ്ങൾ പറയാം സാറേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കിരൺ നേർച്ചയിട്ടിട്ടാണ് സോറി കേട്ടോ നിങ്ങളെ ബുദ്ധിമുട്ടിച്ച് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം പ്രകാശം പറഞ്ഞു ഇനി ആരായിരിക്കും ആ വന്നിരിക്കുന്നത്? ഗംഗാപ്രസാദിന്റെ കൂട്ടാളികളാണോ? പറയാൻ പറ്റില്ല, ചിലപ്പോൾ അവന്റെ കൂട്ടാളികളല്ലോ ആയിരിക്കും, തീർക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഇപ്പോഴും ശത്രുക്കൾ വന്നോണ്ടിരിക്കുവാണല്ലോ മോനെ, അതിനൊരു അറുതിയില്ലോ എന്ന് പറയണം. പേടിക്കേണ്ട അച്ഛാ, ഇനി എന്ത് വന്നാലും ഞാൻ നോക്കിക്കോളാന്നൊക്കെ കിരൺ ഉറപ്പ് കൊടുക്കണം. അതേസമയം ഗംഗാപ്രസാദ് രക്ഷപ്പെട്ട് ഓടിയിട്ട് എന്ത് ചെയ്യണം, അവിടെ കിടന്നൊരു ബൈക്കിൽ കയറിയായിരുന്നു അവൻ പോയത്. അവൻ്റെ ഒരു ബൈക്കും കൊണ്ടാ വന്നേ. അങ്ങനെ ബൈക്കിൽ കയറി കുറെ ദൂരം കൂടെ പോയി. അപ്പോൾ അവന് ആലോചിച്ചു, ഒരു പക്ഷേ ആ പുഴയുടെ തീരത്തുകൊണ്ട് ബൈക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ താൻ കാട്ടിലുണ്ടെന്ന് കിരൺ എങ്ങാനും അന്വേഷിച്ച് വന്നാൽ അറിയും. അതുകൊണ്ട് അത് വേണ്ട, ഇവിടെ ഇവിടെ നിർത്തിയിടാൻ നിർത്ത് റോഡിന്റെ സൈഡിലായിട്ട് ബൈക്ക് വെച്ചു. പിന്നീട് തൻ്റെ കുപ്പായമൊക്കെ ഊരുവാണ് കാട്ടിലേക്ക് വീണ്ടും പോകാനായിട്ട്. അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി കഥയുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.